ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് എൻ്റെ റാസൽ കൈമയിൽ റംസിൻ്റെ ഒരു കുറച്ച് ഏരിയാസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ മോർണിംഗ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് എനിക്ക് ഒരു മൈൻഡ് ഔട്ടാവുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇറങ്ങും കേട്ടോ. ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ഫോണൊന്നും നോർമലി ഞാൻ എടുത്തുകൊണ്ട് നടക്കാറില്ല. നമ്മൾ പറയാറില്ലേ, നമ്മളെപ്പോഴും ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ റിയൽ നേച്ചറിലേക്ക് ഇറങ്ങണം, അതാണ് നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ഓർമ്മയായിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. എനിക്ക് എന്തോ അതെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആ രീതിക്ക് തന്നെ ജീവിക്കുന്നത്. എനിക്ക് ഫോൺ അധികം നേരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ നേരം ഡിജിറ്റലി അവൈലബിൾ ആയിട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഇതുപോലെ നടക്കാൻ ഇറങ്ങും. ആരും ഉണ്ടാവില്ല. എനിക്ക് സെൽഫ് ടൈം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഡെയിലി സെൽഫ് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ UAE ഫ്ലാഗ്. നിങ്ങൾക്ക് UAE വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. UAE തന്നെ നമ്മളുടെ പല വീടുകളുടെ മുകളിൽ അവർ ഇങ്ങനെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ചെടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചെടി കാണാൻ പറ്റും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ പൂ കാണാൻ നല്ല രസമുണ്ട് അല്ലേ, പല കളേഴ്സായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ എനിക്കിവിടെ ചില ഏരിയാസിൽ ഉള്ള പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് അവിടെ കൊണ്ടുപോകാൻ തോന്നും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ നാട്ടിലുള്ള പൂക്കളാണ് കൂടുതൽ വെറൈറ്റീസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെതാ ഞാൻ ഈവനിങ് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വണ്ടികളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികമൊന്നും വണ്ടികളൊന്നുമില്ല. അത്യാവശ്യം ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ റംസ് എന്ന് പറയുന്നത്. കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. വെള്ളമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പം പെട്ടെന്ന് നിറയുന്നൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് UAE അറിയാം, ഇവിടെ ഫുള്ളും മോസ്കാണ്. നിറയെ എവിടെ ഇറങ്ങിയാലും നമുക്ക് പള്ളികൾ കാണാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് കറ്റാർ വാഴയാണ്. ഞാൻ മുന്നേ നിന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കറ്റാർ വാഴ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ കാണുന്നതാണ് കറ്റാർ വാഴ. അത്രക്കൊന്നുമില്ല, പക്ഷേ ഞാൻ ഇതിന് മുന്നേ നിന്ന സ്ഥലത്ത് നല്ല തളർത്ത് നല്ല കറ്റാർ വാഴ ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി കറ്റാർ വാഴ എടുക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം, പിന്നെ അല്ലാതെ നമുക്ക് തലയിൽ തേക്കുമ്പോൾ ഭയങ്കര ഗുണമുള്ള സാധനമാണ് കേട്ടോ ഈ കറ്റാർ വാഴ. അങ്ങനെതാ ഞാൻ നടന്ന് കുറച്ച് സന്ധ്യ ടൈമായി. അപ്പോൾ എനിക്ക് ഈ ലൊക്കേഷനൊന്നും അത്ര വലിയ പിടിയുള്ള ആളൊന്നും അല്ല, പക്ഷേ UAE ഇത് കണ്ടോ, അതിൻ്റെ സൺസെറ്റ് കാണാനായിട്ടുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തിരിച്ചെങ്ങനെ പോകണമെന്നുള്ളത് എനിക്ക് ഒരിച്ചിരി കൺഫ്യൂഷനുള്ള ഏരിയ കേട്ടോ ഇതൊക്കെ. കാരണം ഞാനിപ്പം നിന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ നടക്കാൻ ഇറങ്ങിയേക്കണേ. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ പള്ളികളും പിന്നെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ പള്ളിയുണ്ട്. ഈ പള്ളിയിലാണ് ഇവിടെയുള്ള ലേഡീസിനും കൂടി പോകാൻ പറ്റുന്ന രീതിക്കുള്ള പള്ളിയാണ്. അപ്പോൾ എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. വീടിൻ്റെ പരിസരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, അവിടെ മുകളിൽ അവർ ഫ്ലാഗ് തൂക്കിയിട്ടേക്കണം. നോക്കിയേ, തൂക്കിയല്ല, അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. അവിടെ കാണുന്ന രണ്ടാമത്തെ വീടാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.